കോൺഗ്രസിൽ കെ.പി.സി.സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള ആലോചനകളിലേക്ക് പാർട്ടി നീങ്ങുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. റോഷിപാലും എ.കെ. അഭിലാഷും ആദ്യം ഇനി റോഷിപാലിലേക്കാണ്. റോഷിപാൽ, ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷനെതിരെ PM ന്യാസ് നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വാർത്ത. പക്ഷേ കെ.പി.സി.സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം നീളുകയാണ് എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു. കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള തെരഞ്ഞെടുപ്പാനന്തരം നടത്തിയ വിലയിരുത്തലൊക്കെ ആണെങ്കിൽ കൂടിയും അത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടി അത് ഏറ്റെടുക്കുകയും പാർട്ടി ആ വിഷയത്തിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് സർക്കാരിനെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്താൽ മുഖ്യമന്ത്രിയുടെ മാത്രമായി അത് അവതരിപ്പിക്കപ്പെടുന്നു. അത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനങ്ങളുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനോ പാർട്ടി സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വിമർശനത്തിന് കാരണമാണല്ലോ. റോഷിപാൽ, എപ്പോൾ ഉണ്ടാകും പുതിയ കെ.പി.സി.സി അധ്യക്ഷൻ? സ്മൃതി, കെ.പി.സി.സി അധ്യക്ഷൻ മന്ത്രിസഭയുടെ ഭാഗമായതോടെ തനിക്ക് പദവി ഒഴിയാനുള്ള താല്പര്യമുണ്ടെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചതാണ്. പക്ഷേ അത് സംബന്ധിച്ച തുടർ ചർച്ചകൾ നടന്നിട്ടില്ല. ഇനി വൈകാതെ ഈ ആഴ്ച അവസാനവും അടുത്ത മാസവുമായി ചർച്ച നടത്തി പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. കൂടുതൽ വിശദമായ ചർച്ച വേണ്ടിവരും. കാരണം ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം തേടിയതാണ്. എങ്ങനെ വേണം അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാന ചോദ്യം. കാരണം നിലവിൽ MP-മാരടക്കം ജനപ്രതിനിധികളാണ് പ്രാഥമികമായി പരിഗണനാ പട്ടികയിലുള്ളത്. അതിനു പകരം ഒറ്റ പദവി എന്ന ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കണം എന്ന നിലപാട് പല നേതാക്കളും ആവർത്തിക്കുന്നുണ്ട്. അതിനൊപ്പം മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യവും ശക്തമാണ്. മുതിർന്ന പല നേതാക്കളും ഈ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിച്ചു കഴിഞ്ഞു. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന ആർക്കും അവസരം ലഭിക്കില്ല. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഒപ്പം ജോസഫ് വാഴക്കൻ, ആന്റോ ആന്റണി, മാത്യു കോൾനാടൻ, ഷാഫി പറമ്പിൽ, MK രാഘവൻ, അങ്ങനെ തുടങ്ങുന്ന പട്ടികയാണ്. ഏതാണ്ട് 1/2 ഡസനിലേറെ നേതാക്കൾ അവസാന ഘട്ടത്തിലും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇനി അടുത്ത മാസം അവസാനമാകുമ്പോഴേക്കെങ്കിലും അധ്യക്ഷനെ കൊണ്ടുവരണം. കാരണം പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിച്ച അവസ്ഥയിലാണ്. ഇനിയും ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുനഃസംഘടന പൂർത്തിയാക്കിയില്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനം നിശ്ചലമാകുമെന്ന മുന്നറിയിപ്പ് മുതിർന്ന നേതാക്കൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിപാടികൾ, ആഹ്വാനം ചെയ്യുന്ന പരിപാടികൾക്കപ്പുറത്തേക്ക് ഒരു പരിപാടികളും നടക്കുന്നില്ല. പ്രത്യേകിച്ച് സർക്കാരിന്റെ നേട്ടങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച ആലോചന പോലും നടന്നിട്ടില്ല. അധ്യക്ഷ പദവിയിൽ ഇപ്പോഴും സണ്ണി ജോസഫ് തുടരുന്നു. ഒപ്പം 2 വർക്കിംഗ് പ്രസിഡന്റുമാരും മന്ത്രിമാരായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും. ഇപ്പോൾ ഷാഫി പറമ്പിൽ മാത്രമാണ് ഇതിൽ വർക്കിംഗ് പ്രസിഡന്റായുള്ളത്. പാർട്ടി യോഗമാണെങ്കിൽ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം ഒരു വട്ടമാണ് നടന്നത്. നേരത്തെ PM ന്യൂസ് സൂചിപ്പിച്ചതുപോലെ അന്ന് എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു പാർട്ടിയും സർക്കാരിനെയും ഏകോപിപ്പിക്കാൻ ഒരു സമിതിയെ നിശ്ചയിക്കുമെന്ന്. A.K. ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞതിനു ശേഷമാണ് ആ സമിതിയെ തീരുമാനിക്കാമെന്ന് അവിടെ ദീപദാസ് മുൻഷി ഉറപ്പ് നൽകിയത്. പക്ഷേ അങ്ങനെ സമിതി വന്നിട്ടില്ല. സർക്കാർ രൂപീകരിച്ച് 3 മാസം പിന്നിടുകയാണ്. സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വരുന്ന വിമർശനങ്ങൾ പ്രതിരോധിക്കാൻ പോലും ഇപ്പോൾ നേതാക്കൾ രംഗത്ത് ഇറങ്ങുന്നില്ല എന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ശരി, എ.കെ. അഭിലാഷും റോഷിപാലുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.